വിനീത് ശ്രീനിവാസൻ വർഷങ്ങൾക്ക് ശേഷം പുതിയ സിനിമ സംവിധാനം ചെയ്യുന്നു, തിയേറ്ററുകളിലെത്തുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളിൽ അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്, പൊളിറ്റിക്കൽ സിനിമകൾ ഇനി ഇവിടെ എടുക്കുക ഇല്ലെങ്കിൽ അത് ഓടുക എന്നുള്ളത് ഇതിന് മുമ്പത്തെ സിനിമ അത്ര ഓടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വലിയ റിസ്ക്കുള്ള കാര്യമാണ് എന്ന് പറയുന്നു. അപ്പോൾ തമിഴ് ഇൻഡസ്ട്രിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ വെട്രിമാരൻ ഉൾപ്പെടെയുള്ള വളരെ പ്രശസ്തരായിട്ടുള്ള സംവിധായകരെല്ലാം നേരിടുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. എന്തുകൊണ്ട് അത്തരത്തിൽ സിനിമകൾ ഇവിടെ ഓടുന്നില്ല എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അജിംസ്, എന്തുകൊണ്ടാണ് ഇവരൊന്നും അങ്ങനെ ഒരു സിനിമ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്? ഇനി പ്രതീക്ഷിച്ചാലും അത്തരത്തിലുള്ളതെല്ലാം വലിയ ചർച്ചയാവുകയും ബാൻ ചെയ്യുകയും ഇല്ലെങ്കിൽ വലിയ സംഘപരിവാർ ആക്രമണം നേരിടുന്ന സിനിമകളും ഒക്കെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇവരാരും ധൈര്യം കാണിക്കുന്നില്ല എന്നുള്ളത് കൂടിയാണ്. എന്തുകൊണ്ട് ഫീൽ ഗുഡ് മൂവികൾ മാത്രമെന്ന ചോദ്യത്തോടാണ് അദ്ദേഹം ഇത് പറയുന്നത്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ കറണ്ട് സിറ്റുവേഷനിൽ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സിനിമ ഇറക്കാൻ പറ്റില്ല എന്നാണ് വിനീത് ശ്രീനിവാസൻ പറയുന്നത്. അത് പറയാനെടുത്തൊരു ഗട്ട്സ് ഉണ്ടല്ലോ, അതിനെ സമ്മതിക്കണം. കാരണം അത് ആരും അങ്ങനെ പറയില്ല. കാരണം ഭരണകൂടത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി 36 ഘട്ടങ്ങളിൽ 36 ഘട്ട് ഞങ്ങൾ സമ്മതിച്ചേക്കാം, പേര് മാറ്റിയേക്കാം, പേരിനോട് ഇനിഷ്യലി എടുത്തേക്കാം എന്നൊക്കെ പറഞ്ഞ് ഇതൊരു ബിസിനസ്സാണല്ലോ, അതിന് വഴങ്ങുകയാണ് സാധാരണ ചെയ്യുക. പക്ഷേ ഇത് അദ്ദേഹം തുറന്നു പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ബോധ്യത്തിൽ നിന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് അദ്ദേഹം ഉദാഹരണമായി 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, അനുരാഗ് കശ്യപ് ബോളിവുഡിൽ നിന്ന് സിനിമ നിർത്തി, അവിടെ സിനിമ കൊടുത്ത് നിർത്തി, ഇനി അദ്ദേഹം സൗത്തിലാണ് കേന്ദ്രീകരിക്കുന്നത് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. ആ കാര്യം അദ്ദേഹം പറയുന്നു. മറ്റൊന്ന്, വെട്രിമാരൻ അദ്ദേഹത്തിൻ്റെ ഗ്രാസ് റൂട്ട് ഫിലിംസ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കമ്പനി പൂട്ടിക്കെട്ടി. വെട്രിമാരൻ അതിന് പറയുന്ന പ്രധാനപ്പെട്ട കാരണം സെൻസർ ബോർഡിനോട് പോരാടിക്കൊണ്ട് ഈ സിനിമ എടുക്കൽ നടക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. വെട്രിമാരൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇനി ഇറങ്ങാനുള്ള സിനിമ നവംബറിലോ മറ്റാണ് അത് ഇറങ്ങുക. മാനുഷി എന്ന് പറഞ്ഞ പടത്തിന് 36 കട്ടാണ് സെൻസർ ബോർഡ് പറഞ്ഞത്. അതിനെതിരെ അദ്ദേഹം മദ്രാസ് ഹൈക്കോടതിയിൽ പോയി. മദ്രാസ് ഹൈക്കോടതി ആ സിനിമ കണ്ടിട്ട് തീരുമാനിക്കാമെന്ന് പറയുകയാണ് ചെയ്തത്. അതിപ്പോൾ സുപ്രീം കോടതിയിലോ മറ്റോ എത്തിയെന്നാണ് ആ കേസ്, കൃത്യമായ ഓർമ്മയില്ല. മദ്രാസ് ഹൈക്കോടതിയിൽ വന്ന സംഭവം ഓർമ്മയുണ്ട്. ഈ മാനുഷിയുടെ കഥ എന്താണ്? ഒരു തീവ്രവാദ ആരോപണം നേരിടുന്ന ഒരു സ്ത്രീയുടെ അതിജീവന കഥയാണ്. അപ്പോൾ അത് വൻ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ആരൊക്കെയോ സെൻസർ ബോർഡ് പ്രശ്നം ഉണ്ടാക്കി, പിന്നീട് അത് കോടതിയിൽ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന 2 കാലാവസ്ഥയാണ്. ഒന്ന്, നമ്മുടെ സിനിമാ നിർമ്മാണത്തിൻ്റെ എക്കോസിസ്റ്റം മാറിയിരിക്കുന്നു. ബോളിവുഡിൻ്റെ സ്വഭാവം മാറി. ബോളിവുഡിൽ ഉണ്ടായിരുന്ന ഒരു സ്വാതന്ത്ര്യം, സിനിമ എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്നില്ല. അതുകൊണ്ടാണ് അനുരാഗ് കശ്യപിന് അവിടെ പടം എടുക്കാൻ പറ്റാത്തത്. വെട്രിമാരൻ എന്തുകൊണ്ട് സിനിമ നിർമ്മാണം അവസാനിപ്പിക്കുന്നു വെച്ചാൽ എന്തെടുത്തു പോയാലും അവിടെ കട്ട് ചെയ്യാൻ വേണ്ടി സെൻസർ ബോർഡ് നിൽക്കുകയാണ്. അപ്പോൾ ഈ 2ഉം, ഒന്ന് ഒരു എന്താണ് ഭരണകൂടത്തിൻ്റെ ഒരു പ്രഷറൈസിങ്, ആളുകളുടെ വാമൂടി കിട്ടുന്ന, സിനിമയുടെ വാമൂടി കിട്ടുന്ന ഒരു സമീപനം CBFCയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. മറുവശത്ത് ഈ എക്കോസിസ്റ്റം തന്നെ മാറുന്നു. എക്കോസിസ്റ്റം മാറുന്നതിനെ പറ്റി നമ്മൾ മുമ്പ് ഇവിടെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഒന്ന്, ബോളിവുഡിനെ തകർക്കാൻ വേണ്ടിയുള്ള ആസൂത്രിത ശ്രമങ്ങൾ നടക്കുന്നു, അതിൻ്റെ ഒരു സെക്യുലർ സ്വഭാവം നഷ്ടപ്പെടുന്നു. ആ ഇൻഡസ്ട്രിയിൽ നിന്ന് പ്രോപ്പഗൻഡ ഫിലിമുകൾ മാത്രം വരുന്നു. പ്രോപ്പഗൻഡ ഫിലിമുകൾക്ക് ഭരണകൂടം ടാക്സ് ഇളവ് പ്രഖ്യാപിക്കുന്നു. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. പ്രൊപ്പഗൻഡ എന്ന് മാത്രമേ പറഞ്ഞാൽ പോരാ, ഹെയ്റ്റ് സ്പീച്ച് നടത്തുന്ന സിനിമകൾ, വ്യക്തമായ വിദ്വേഷ പ്രചാരണം നടത്തുന്ന സിനിമകൾ, കേരള സ്റ്റോറി പോലെ കേരളത്തിനെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന സിനിമകൾ, ഇതിനെല്ലാം പ്രധാനമന്ത്രി തന്നെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ മാറിയിരിക്കുന്നു. ഈ രാഷ്ട്രീയ കാലാവസ്ഥ മാറുമ്പോൾ സോഷ്യോ പൊളിറ്റിക്കൽ കണ്ടൻറ്റുള്ള സിനിമകൾ ഇറക്കുന്നത് അപകടകരമാണ്. മറ്റൊന്ന്, സെൻസർ ബോർഡ് വഴിയുള്ള ഈ നിയന്ത്രണങ്ങൾ. ഇത് 2ഉം തുറന്നു പറയാൻ വിനീത് ശ്രീനിവാസൻ കാണിച്ച ഒരു ധൈര്യം, ആ ധൈര്യത്തിന് അദ്ദേഹത്തിന് കൈയടിച്ചേ പറ്റും. നിഷാദിന് എന്താണ് തോന്നുന്നത്? ഇനി അങ്ങനെ ഒരു സിനിമ കാണണമെങ്കിൽ കുറച്ച് കാലം കാത്തിരിക്കണമെന്നാണോ? കേരളത്തിൽ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇറങ്ങുന്നില്ല. എനിക്കതിനകത്ത് കൗതുകരമായി തോന്നുന്ന കാര്യം, അതൊരു വസ്തുതയാണല്ലോ അദ്ദേഹം പറയുമ്പോൾ തന്നെ വിനീത് ശ്രീനിവാസനെ പോലെ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു അഭിനേതാവ്, സംവിധായകൻ, എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അദ്ദേഹം സംസാരിക്കുന്നത് കേൾക്കാൻ നമുക്കിഷ്ടമാണ്. അദ്ദേഹം ഉണ്ടാക്കുന്ന മിക്കവാറും സിനിമകളെല്ലാം വലിയ തോതിൽ ഹിറ്റായി കഴിഞ്ഞു. പുതിയ വന്ന സിനിമയുടെ കഥ എനിക്കറിയില്ല, കണ്ടില്ല. പക്ഷേ അദ്ദേഹത്തെ പോലെ ഒരാൾ വളരെ പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കുന്നത് കാണുമ്പോഴുള്ള സന്തോഷമാണ്. അങ്ങനെ ആളുകൾ അല്ലാതെ ഭയപ്പെടുന്നത്, മെഗാ താരങ്ങൾ പോലും ഭയപ്പെടുന്ന കാലമാണല്ലോ. അവർ പോലും എങ്ങനെ ഭരണകൂടത്തെ പ്രീതിപ്പെടുത്തി ജീവിക്കാമെന്ന്, അവരുടെ കംപ്ലീറ്റ് എക്സ്പ്ലോറേഷൻ കഴിഞ്ഞ ആൾക്കാർ പോലും ഇപ്പോഴും ഭരണകൂടത്തെ എങ്ങനെ പ്രീതിപ്പെടുത്താമെന്ന് ഭയപ്പെട്ട് ജീവിക്കുന്ന കാലത്ത് എൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് നിങ്ങൾക്കെതിരാണ് കേട്ടോ എന്ന് പറയുന്ന ഒരാൾ, അതാണ് സന്തോഷം ഞാൻ പറഞ്ഞ കാര്യം. കാരണം ഇപ്പോൾ 2 വർഷം മുമ്പ് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹത്തോടൊരു അഭിമുഖത്തിൽ ചോദിക്കുന്നുണ്ട്, മൊത്തത്തിൽ ഒരു ഫാസിസ്റ്റ് ഭരണകൂടമാണെന്നുള്ള ആക്ഷേപമൊക്കെ ഉണ്ടല്ലോ, ഈ സർക്കാർ മാറുമെന്ന് തോന്നുന്നുണ്ടോ എന്ന്. അപ്പോൾ വിനീത് പറയുന്നുണ്ട്, ഇപ്പോൾ ഈ ഗവൺമെൻറ് മാറുമെന്ന് തോന്നുന്നില്ല, കാരണം അന്തരീക്ഷം അത്ര സുഖകരമല്ല. എന്നാൽ മാറും, 5-8 വർഷം കഴിയുമ്പോൾ ഈ ഭരണകൂടം മാറിയേക്കാം. ഈ ഭരണകൂടം എന്നല്ല അദ്ദേഹം പറഞ്ഞത്, ഈ സിറ്റുവേഷൻ മാറും, അതിൻ്റെ ചില മൂവ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. അതായത് ഒരു ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഭരണകൂടം മാറണം എന്നാഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് നമുക്ക് അയാൾ സംസാരിക്കുമ്പോൾ കാണാൻ പറ്റും. അത് നമുക്ക് ഈ മലയാള സിനിമയിൽ നിന്ന് ബഹുഭൂരിപക്ഷം പേരും കാണാൻ പറ്റില്ല. അദ്ദേഹം തപസ്സിന് തുല്യമാം വിധം ഈ രാജ്യത്തെ മോദി നയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സൂപ്പർ താരങ്ങൾ പറയുന്ന കാലമാണ്, ഏട്ടന്മാർ പറയുന്ന കാലമാണ്. പിന്നെ
ജന്മദിനാശംസകൾ കൊണ്ടും അതിന്മേലുള്ള ആശംസകൾ കൊണ്ടും എന്താ പ്രധാനമന്ത്രിയെ മൂടാൻ മെഗാ താരങ്ങൾ കാവൽ നിൽക്കുന്ന കാലത്ത് ക്യൂ നിൽക്കുന്ന സമയത്ത് ഇവിടെ ഒരു മനുഷ്യൻ പറയാണ് ഇത് മാറേണ്ടതാണ് കേട്ടോ, കാരണം നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അത് വേണം. രണ്ടാമത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടത്, ഈ പറയുന്ന പോലെ പടം എടുക്കാൻ പറ്റുന്നില്ല, ഇനി രാഷ്ട്രീയ സിനിമ എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇന്ന് ജന്മഭൂമി വാർത്ത കൊടുത്തേക്കുന്നു, കമ്മ്യൂണിസ്റ്റുകാരുള്ള കാലത്ത് പടം എടുക്കാൻ കഴിയാത്തതിൻ്റെ വേദനയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നതെന്ന്. വെട്രിമാരനും അനുരാഗ് കശ്യപും കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെയാണല്ലോ പടം എടുക്കുന്നത്. അദ്ദേഹം അതിനെ ഉദാഹരിക്കുന്നത് അതും ഇതിനകത്ത് ഈ കോപ്പിയിൽ എഴുതി വെച്ചിട്ടുണ്ട് തമാശ. അപ്പോൾ ശ്രീനിവാസനും ഒക്കെ പടം എടുത്തല്ലോ, ആ പശ്ചാത്തലത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ അനുരാഗ് കശ്യപിൻ്റെയും വെട്രിമാറിൻ്റെയും സിറ്റുവേഷൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ത്യയിൽ പടം എടുക്കാൻ പ്രയാസമാണ് നിങ്ങൾക്ക് എന്നാണ് നമുക്ക് സമീപകാലത്തെ വിവാദം പോലും അറിയാം. ജാനകി എന്ന് പേരിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ പേര് വെട്ടിച്ചിട്ടുള്ള സംവിധാനോട് പ്രവർത്തിക്കുമ്പോഴാണ് ഇദ്ദേഹത്തെ അഭിപ്രായം പറഞ്ഞത്. അപ്പോൾ പൊളിറ്റിക്കൽ ക്ലാരിറ്റി ഉണ്ട് പുതിയ ചെറുപ്പക്കാർക്ക്, അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാർക്ക് പൊളിറ്റിക്കൽ ക്ലാരിറ്റി ഉണ്ട് എന്നത് കാണുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഫൈനലിൽ ഏറ്റവും അവസാനം ആ വൈറലാ റീൽ കണ്ടോ, മതത്തെക്കുറിച്ച് പറയുന്നത്. അതായത് ഞാൻ വിശ്വാസിയാണ്, അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവിശ്വാസിയായിരുന്നു, പിന്നീടാണ് വിശ്വാസിയായി മാറിയത്. വിശ്വാസം ഏതോ ഒരു പവർ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം എന്നെ ചലിപ്പിക്കുന്നുണ്ട്. പല പ്രതിസന്ധിയിലും പെട്ടുപോകുമ്പോൾ ദൈവമേ എന്നൊരു വിളി, പടച്ചോനെ എന്നൊരു വിളി ഭയങ്കരമായി ഹെൽപ്ഫുള്ളായിരിക്കും. എന്നിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിശ്വസിച്ചോട്ടെ, ഞാൻ ബുദ്ധിമുട്ടിക്കാൻ വരുന്നില്ല, എൻ്റെ വിശ്വാസവും എൻ്റെ ദൈവവും അതിൻ്റെ വാളും പിടിച്ച് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല എന്നുള്ളത് അത് ഭയങ്കര സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം ഞാൻ എൻ്റെ മതം എന്ന് പറയുന്നതിന് നിങ്ങൾ ഏറ്റെടുത്തേ പറ്റൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സംഹാര രൂപമായിട്ട് ഞാൻ വരുന്നില്ല. ഞാൻ എൻ്റെ വിശ്വാസമായിട്ട് ജീവിച്ചോട്ടെ, അതെനിക്കൊരു കംഫർട്ട്, എന്താ ഒരു ഒരു തൃപ്തി തരുന്നുണ്ട്, എനിക്കൊരു മുന്നോട്ട് പോകാനുള്ള വെളിച്ചം തരുന്നുണ്ടെന്ന് അദ്ദേഹം പറയുകയാണ്. രണ്ട് വശമുണ്ട് അതിന്. ഒന്ന് ഈ പറയുന്ന മതത്തിൻ്റെ പേരിലുള്ള സംഹാര രൂപികളായ മനുഷ്യന്മാരുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. രണ്ടാമത്തേത് ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരെ തോപ്പിച്ചേ മതിയാവും എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ യുക്തിവാദികളുണ്ട്. ഇവർ മൊത്തം വിവരമില്ലാത്ത ആൾക്കാരാണ്, മതം ലോകത്തിന് അപകടമാണെന്ന് പറഞ്ഞ് നടക്കുന്ന, അതിൻ്റെ പേരിൽ ഹേറ്റ് പോലും പറയുന്ന കുറേ വിവരദോഷികളെ നമ്മൾ കാണുന്നുണ്ട്. ഈ രണ്ടുപേരോടും എല്ലാവർക്കും അവരവരുടെ വിശ്വാസവുമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാനുള്ള ഇൻക്ലൂസീവായിട്ടുള്ള ലോകമാണ് ഈ ലോകമെന്ന് പറയുന്നൊരു അഭിപ്രായമാണ്. അപ്പോൾ വിനീതിൻ്റെ പടങ്ങൾ പോലെ തന്നെ അദ്ദേഹം സംസാരിക്കുന്നത് അങ്ങനെയാണ്. എപ്പോഴും അദ്ദേഹം ഒരു ഫീൽ ഗുഡായിട്ടേ പറയും. ഭയങ്കര പൊളിറ്റിക്സ് പറയുമ്പോഴും സിനിമയിലും അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്, ചിരിച്ചുകൊണ്ടേ പറയും, കേൾക്കാൻ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള മനുഷ്യനല്ലേ. രാഷ്ട്രീയം കൂടി അദ്ദേഹത്തിന് പിന്നീടും പറയാൻ കഴിയരുത്. അദ്ദേഹം ശ്രീനിവാസൻ്റെ മകൻ എന്നുള്ള നെപ്പോക്കിഡ് എന്നുള്ള സംഗതി ഒന്നും വെച്ച് വന്ന ആളല്ല, ടാലൻറ്റഡാണ്. ആദ്യം മുതലേ പടം ഉണ്ടാക്കി, കൊള്ളാവുന്ന പടം ഓടി, കൊള്ളാത്ത പടങ്ങൾ നിരാശയാണ് അദ്ദേഹത്തിന് സമ്മാനിച്ചിട്ടുള്ളത്. അഭിനേതാവ് നിലയ്ക്കും പാട്ടുകാരൻ നിലയ്ക്കും എല്ലാം അദ്ദേഹം സ്വന്തം ടാലൻറ്റ് പ്രൂവ് ചെയ്ത ആളാണ്, മറ്റ് പലരെയും പോലല്ല. അപ്പോൾ അങ്ങനെ ഒരു ടാലൻ്റുള്ള ആൾക്കാർ പൊളിറ്റിക്കൽ കൂടിയാണെന്ന് കാണുമ്പോൾ നമുക്കുള്ള ഒരു സന്തോഷമാണ് ഇതിൽ പങ്കുവയ്ക്കാനുള്ളത്.